ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കട്ട്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കൊള്ളി പീച്ചിട്ടുള്ള കട്ട്ലേറ്റ് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കപ്പ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ കപ്പയാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പിന്നീട് മാറ്റേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ അത് മാറ്റിയെടുക്കാം. അതിനുശേഷം ഈ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കടായിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. കടായിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന കാരണം ഞാൻ ഇതിലേക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ. അല്ലെങ്കിൽ വേവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയമെടുക്കും. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. കഷ്ണങ്ങളൊന്നും വേവാത്ത പോലെ അങ്ങനെ ഒരിക്കലും കെടുക്കരുത്. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നു. അധികം സമയമൊന്നും എടുത്തില്ല. ഇപ്പോൾ നമ്മൾ എടുക്കണ കപ്പയ്ക്ക് അനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില കപ്പയൊക്കെ കുറേ സമയം വേവിക്കേണ്ടി വരും. ഇതിപ്പോൾ നല്ല കപ്പയാണ്, അത് കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നീട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത്, അതായത് ഇത് നമ്മൾ മാഷ് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു സമയത്ത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ വെന്ത് വന്നോട്ടെ. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മാഷ് ആയിട്ട് തന്നെ വരണം. നമുക്കിത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കാൻ പറ്റണം. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിപ്പോൾ ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ട് തന്നെ ഊറ്റിക്കളയുക. കപ്പയായതുകൊണ്ട് തന്നെ വെള്ളം ഊറ്റിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. ഇതിൽ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക, എരിവെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അളവെന്ന് പറയുന്നത് 1/4 ടേബിൾ സ്പൂൺ അളവിലുണ്ടായിരുന്നു. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പക്ഷേ ഒരുപാട് ഫ്രൈ ആയിട്ട് വരണ വരെ ഇതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ഇതിലേക്ക് 2 സവാള, അതായത് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. കട്ട്ലേറ്റിനായതുകൊണ്ട് തന്നെ സവാള നമ്മൾ ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നീളത്തിലൊക്കെ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ സവാള നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ, അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തന്നെ വഴന്ന് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ സവാളയിലേക്ക് ആവശ്യത്തിന് മതി, ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുറിച്ചതാവുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് വഴന്ന് വരട്ടെ എല്ലാം കൂടി. അപ്പോൾ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇപ്പോൾ ഇതെല്ലാം കൂടി വഴന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോഴായിരിക്കും കട്ട്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അതിപ്പോൾ ഏത് മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ടുള്ളൊരു എരിവ് പച്ചമുളകിൻ്റെ തന്നെയാണ്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല അവസാനം ചേർത്ത് കൊടുക്കാത്തത് പിന്നെ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കപ്പ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മാഷ് ചെയ്യണമെന്നില്ല, ഇതിപ്പോൾ ഇളക്കി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാണ്ട് എടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിലിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിട്ട് തന്നെ വരും. ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ തന്നെ എപ്പോഴും എടുക്കണം. പിന്നെ ഒരുപാട് ലൂസായി പോയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ എന്തെങ്കിലും ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ കപ്പയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ നന്നായിട്ട് വരേണ്ടത്. അതിപ്പോൾ ഏത് കട്ട്ലേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല ഈ കപ്പയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തണം. അതുപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് മാഷായിട്ട് വരണം. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വലിയ കഷ്ണങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ആ മസാല എല്ലാവരും നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് തന്നെ വരണം. അതിനുശേഷം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം. അതുപോലെ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അത് കാരണം ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, ബീറ്റ് ചെയ്ത് തന്നെ വെക്കാം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ 2 മുട്ടയുടെ വെള്ള ഈ ഒരു അളവിലുള്ള കപ്പ കട്ട്ലേറ്റിന് കറക്റ്റായിട്ട് തന്നെ വരും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തതാണ്. സാധാരണ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു, ഒന്ന് ക്രിസ്പി ആവണ വരെ. അപ്പോൾ തന്നെയായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ ടിക്കിയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമുള്ള സൈസിലൊക്കെ തയ്യാറാക്കി എടുക്കാം. പിന്നെ കട്ട്ലേറ്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് വലിയ സൈസിനേക്കാളും ചെറിയ ചെറിയ കട്ട്ലേറ്റ്സ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ചെറിയ കട്ട്ലേറ്റ്സ് ഒക്കെ കഴിക്കാനല്ലേ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സോട് കൂടി തന്നെയായിരിക്കും ഇരിക്കുക. എഡ്ജസിൽ കനം കുറച്ചിട്ട് ഒരിക്കലും അങ്ങനെ തയ്യാറാക്കരുത്. ഇതുപോലെ ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും നല്ലപോലെ തന്നെ നിന്ന് കോട്ടായിട്ട് വന്നോട്ടെ. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള മുട്ടയുടെ വെള്ളം മാറ്റിയിട്ട് ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള കട്ട്ലേറ്റ് അല്ലെങ്കിൽ ആലു ടിക്കിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയില ഉപയോഗിച്ചിട്ടുള്ള മീൻ കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിലിട്ടതിന് ശേഷം, അതായത് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷേപ്പ് പോയിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെഡ് ക്രംസ്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം മുട്ടയുടെ വെള്ളയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. ഓരോ ഉരുളകളും എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനിനിയിപ്പോൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടിയും മുട്ടയുടെ വെള്ളയിൽ ഒന്നും കൂടിയും കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് എന്താ പറയുക, എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് തന്നെ വരും. നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് തന്നെ വരും. സാധാരണ ബേക്കറീസിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. ശരിക്കും വ്യത്യാസമുണ്ട് നമ്മൾ 1 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നതും 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നതും. അപ്പോൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇത് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് അപ്പോൾ തന്നെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന, അതായത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ബട്ടർ പേപ്പർ ഇട്ടിട്ട്, അതായത് ഒരു ലെയർ ഇതുപോലെ കട്ട്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇടുക. എന്നിട്ട് പിന്നെ അടുത്ത കട്ട്ലേറ്റ്സ് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറോട് കൂടി തന്നെ വരണം. കട്ട്ലേറ്റൊക്കെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറത്തെ കോട്ടിങ് ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം. ആ ഒരു സമയം മാത്രം മതി. ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കോരി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എണ്ണയൊന്നും ഒരുപാട് അങ്ങോട്ട് അബ്സോർബ് ചെയ്യില്ല. ഒന്ന് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. കരിഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ എടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിനേക്കാളും ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഓരോന്നും ഞാനിപ്പോൾ കോരി മാറ്റുകയാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇത് മാറ്റിയാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കോരി മാറ്റിയിട്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കപ്പ കട്ട്ലേറ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ കപ്പയായ കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയിൽ അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടുള്ള കപ്പ കട്ട്ലേറ്റ് നല്ല അടിപൊളി തന്നെയല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.